ഇന്നത്തെ ദിവസം നമുക്കറിയാവുന്നത് പോലെ തന്നെ 2026 ജൂൺ മാസം 12 കൃത്യം ഒരു വർഷത്തിന് മുൻപ്, അതായത് 2025 ജൂൺ മാസം 12 നമ്മുടെ രാജ്യം ഒന്നാകെ തളർന്നു പോയിരുന്നു. നമ്മളെ എല്ലാവരെയും തളർത്തിയ ഒരു വലിയ വിമാന അപകടം ഈ നാട്ടിലുണ്ടായി. ഒരു വർഷമാകുന്നു അതിന്. 260 പേരുടെ ജീവൻ പൊലിയാനിടയാക്കിയ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് ഇന്നേക്ക് ഒരാണ്ട്. ജൂൺ മാസം 12 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗേറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന് വെറും 32 സെക്കൻഡിനുള്ളിൽ തകർന്നു വീണ് ഒരു തീഗോളമായി പോയത്. ഈ വിമാനത്തിലുണ്ടായിരുന്നത് 242 പേരാണ്. ഇതിൽ 241 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. 19 പേർ അല്ലാതെയും മരണപ്പെട്ടു. അപകടത്തിന് തൊട്ടു മുൻപ് കോക്പിറ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആ കാര്യം അത് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ തുടരുകയാണ്. അപകടവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പൈലറ്റിന്റെ ഭാഗത്ത് നിന്നുള്ള പിഴവാണോ, അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാണോ, അതോ ഈ വിമാനത്തിന്റെ സിസ്റ്റം തകരാറിലായതാണോ എന്ന് തുടങ്ങി അന്ന് ആ അപകട ദിവസം നമ്മളിലൊക്കെ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു, ആ ചോദ്യങ്ങളൊക്കെ ഒരു വർഷത്തിനിപ്പുറവും പ്രസക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപകട കാരണങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ഉത്തരം കിട്ടാതെ തുടരുന്നു എന്നുള്ളതാണ്. ആനന്ദ് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന് ഈ വിഷയത്തിന്റെ വിശകലനങ്ങളുമായി. ആനന്ദ്, ഇപ്പോൾ ഈ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ അപകടം നടന്നതേ ഒരാണ്ട് ആവുകയാണ്. അന്ന് അപകടം നടന്ന് ഒരു മാസത്തിനു ശേഷം, അതായത് ജൂൺ മാസത്തിൽ അപകടം നടക്കുന്നു. ജൂലൈ മാസത്തിൽ 2025 ജൂലൈ മാസത്തിൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതാണ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായതും. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ കോക്പിറ്റിലെ 2 ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളും റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറിയെന്നായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. ഇതോടെയാണ് ഈ വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം തടസ്സപ്പെട്ടത്. വീണ്ടും സ്വിച്ച് റൺ ഓപ്ഷനിലേക്ക് മാറ്റാൻ പൈലറ്റ് ശ്രമിച്ചെങ്കിലും വിമാനം സമീപത്തുള്ള കെട്ടിടത്തിലേക്ക് ഇടിച്ച് ഒരു തീഗോളമായിട്ട് മാറി. ഇതാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആകെ അറിയാവുന്ന കാര്യം. ഈ രാജ്യത്തിന് ആകെ അറിയാവുന്ന കാര്യം ഇത് മാത്രമാണ്. എഞ്ചിനിലേക്ക് ഇന്ധനം എത്തിക്കുന്ന സ്വിച്ചുകൾ ആരാണ് ഓഫ് ചെയ്തത് എന്ന കോക്പിറ്റിൽ നിന്നുള്ള ഒരു പൈലറ്റിന്റെ ചോദ്യമാണ് ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നതും. ഇപ്പോൾ ഒരു വർഷമാകുന്നു. ഈ വിഷയം ഇങ്ങനെ തന്നെ നിൽക്കുകയല്ലേ? ഇന്ന് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലെങ്കിലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം കിട്ടുമോ ആനന്ദ്? സേതു, സങ്കീർണമായ ചോദ്യമാണ്. ഒരു പടി കൂടി കടന്ന് നമ്മൾ ഈ വിഷയത്തിനെ പരിശോധിച്ചാൽ ഒരു പക്ഷേ ലോകത്ത് നടന്നിട്ടുള്ള വിമാന അപകടങ്ങളിൽ ഒരു വലിയ പങ്കിൻ്റെയും യഥാർത്ഥ കാരണം, അത് കൃത്യം ഈ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് ഒരു ഫോക്കസ്ഡായ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പല അന്വേഷണങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ നമുക്ക് ഈ ഓർമ്മകളെ കൃത്യമായി വിശകലനം ചെയ്യാം. സങ്കടകരമായ അല്ലെങ്കിൽ വേദനപ്പെടുത്തുന്ന ആ ഓർമ്മകളെ വിശകലനം ചെയ്യാൻ, ഇത് ഉണ്ടാകാതിരിക്കാൻ സാങ്കേതികമായി എന്തൊക്കെ ചെയ്യാം എന്ന ഒരു പെർഫെക്ഷനിലേക്ക് ടെക്നിക്കലി പോകാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏക പോംവഴിയായി നമുക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യം ഒരു വർഷം മുൻപ് ഇതേ ദിവസം ഉച്ചയ്ക്ക് 1:39 അഹമ്മദാബാദ് സർദാർ വല്ലഭഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ബോയിങ് 787 ഡ്രീം ലൈനർ എന്ന വിമാനം 32 സെക്കൻഡിനുള്ളിൽ തകർന്ന് തരിപ്പണമായി ആളിക്കത്തി ഒരു തീഗോളമായി മാറുന്നത്. 242 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ബാക്കി 241 പേരും ഈ വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 19 പേരും അടക്കം 260 പേരുടെ ദാരുണ അന്ത്യത്തിനാണ് ഈ അപകടം കാരണമായത്. ക്ലൈവ് കുന്ദറും അതുപോലെ സുമിത് സബർവാളും എന്ന 2 ആളുകളാണ്. ഇതിൽ സുമിത് സബർവാളാണ് സീനിയർ ആയിരുന്നത്. പക്ഷേ ക്ലൈവ് കുന്ദറാണ് വിമാനം പറത്തിയിരുന്നതെന്ന് പറയുന്നു. സുമിത് സബർവാൾ ബാക്കി കാര്യങ്ങളൊക്കെ കോക്പിറ്റിൽ നിന്ന് നിരീക്ഷിക്കുന്നതായിട്ടും ആ ഘട്ടത്തിൽ വിവരം ഉണ്ടായിരുന്നു. അതിലേറ്റവും നിർണായകമായ ഒരു വിവരം നമുക്ക് ആ ഘട്ടത്തിൽ തന്നെ ലഭിച്ചത് വോയിസ് റെക്കോർഡർ ആയിരുന്നു. ഈ 2 നേരത്തെ സേതു പറഞ്ഞതുപോലെ 2 ഇന്ധന സ്വിച്ചുകളാണ്. ഇത് 2 റൺ മോഡിലാണ് ഉണ്ടാകേണ്ടത്. ഈ 2 ഇന്ധന സ്വിച്ചുകളും ഒരേ സമയം ഓഫായിരുന്നു. ഇത് ആര് ഓഫാക്കി, എന്തിന് ഓഫ് ചെയ്തു എന്ന് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റോട് ചോദിക്കുന്നു എന്ന തരത്തിൽ ഒരു വോയിസ് റെക്കോർഡറിൻ്റെ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നും ആ ചോദ്യം ചോദിച്ച പൈലറ്റ് ആരാണെന്നും അത് ഞാനല്ല ചെയ്തത് എന്ന് മറുപടി പറഞ്ഞ പൈലറ്റ് ആരാണെന്നുമുള്ള ഉത്തരം ഒരു വ്യക്തത നമുക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടന സുപ്രീം കോടതിയിൽ
അടക്കം ഒരു വാദവുമായി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം, അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മേൽ കുറ്റം ചാരിക്കൊണ്ട് ബോയിങ് കമ്പനി, അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ബോയിങ് കമ്പനിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് എടുക്കരുത് എന്നൊരു വാദത്തിലേക്ക് പോകുന്ന കാര്യം നമുക്കറിയാം. മറ്റൊന്ന്, അമേരിക്കയിലും UK അടക്കം ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾക്ക് പരിമിതമായ ചില കാര്യങ്ങൾ ഉള്ള ഇടങ്ങളിൽ ഉള്ളതുകൊണ്ട് ചില സാങ്കേതികമായ ഭാഗങ്ങൾ അമേരിക്കയിലും UK ഇപ്പോഴും തുടർന്ന് നിരന്തരം പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. ഈ പരിശോധനകൾക്കൊടുവിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നൊരു മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം കൃത്യമായിരിക്കും, ഒരു സുതാര്യമായ അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഈ വിമാനം തകർന്നു വീണ് ഇത്രയും പേരുടെ ജീവൻ നഷ്ടമായത് എന്നൊരു ഉത്തരം പ്രതീക്ഷിക്കാമെന്ന ചോദ്യത്തിൽ ചോദ്യങ്ങളും സംശയങ്ങളും മാത്രം ബാക്കിയാണ് സേതു. ഓക്കെ ആനന്ദേ, ശരി, പറഞ്ഞ പോലെ തന്നെ ഒരു വർഷമായിരിക്കുന്നു ഒരു വലിയ ദുരന്തം നമ്മുടെ നാട്ടിൽ, അതേസമയം നമ്മുടെ രാജ്യത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന ദുരന്തം.